പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുന്നത് പോലെ എളുപ്പമുള്ളതല്ല. തെറ്റ് ചെയ്യുന്ന ഒരാളോട് അതരുതേ എന്ന് പറയൽ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് പോലെ എളുപ്പമല്ല. നമ്മൾ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കതിനൊരു മനസ്സുണ്ടായാൽ നമ്മൾ പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചൊന്ന് പോരാ, വേറെ ടെൻഷനൊന്നുമില്ല. നേരെ മറിച്ച് ഒരു തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയോട് നിങ്ങളിങ്ങനെ ചെയ്യരുത് സഹോദരാ സഹോദരി, അയാളാണെങ്കിൽ ജീവിതത്തിൽ അത് മുഴുവനും അയാളെ മജ്ജയിലും മാംസത്തിലും എഴുകിച്ചേർന്നൊരു തിന്മയായിരിക്കും. അതിനെ നിങ്ങൾ എതിർക്കണത് പോയിട്ട് അയാൾക്ക് ഇഷ്ടാവില്ല. ഒരു വേള നിങ്ങളോട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന അയാൾ നിങ്ങളുടെ ആ ഉപദേശം കൊണ്ട് ഒരുപക്ഷെ ആ ഫ്രണ്ട്ഷിപ്പ് മുറിച്ചു കളയാനും സാധ്യതകളുണ്ട്. കാരണം അയാൾക്കത് ഇഷ്ടാവില്ല. എന്നിൽ കാണുന്ന ഒരു ദോഷം മറ്റൊരാൾ ചൂണ്ടിക്കാണിക്കുന്നത് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യൂല, ഇഷ്ടപ്പെടൂല, ഉൾക്കൊള്ളാനാവില്ല. അതുകൊണ്ട് ആ മേഖല കുറച്ച് പ്രയാസമുള്ളതാണ്. അതുകൊണ്ടാണ് വസിയ്യത്ത്, നല്ല കാര്യങ്ങൾ കൊണ്ട് ഉപദേശിക്കുന്നതിനെ പറ്റി പറഞ്ഞ ഉടനെ തന്നെ അള്ളാഹ് എന്തു പറയുന്നത്, വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ടും സഹനം കൊണ്ടും പരസ്പരം ഉപദേശിക്കുന്നവരും ഒഴികെ സ്വയം ക്ഷമിക്കാൻ കഴിയണം, സഹിക്കാൻ കഴിയണം. കാരണം പ്രബോധന മേഖല വളരെ പ്രയാസഘട്ടങ്ങൾ നിറഞ്ഞതാണ്. ഇസ്ലാമിക ദഅവത്ത് പ്രത്യേകിച്ചും പ്രയാസങ്ങളുടെ ദുർഘടമായ പാതയാണ് എന്ത്, ദഅവത്ത്. ആളുകൾക്ക് ഇഷ്ടപ്പെടൂല. നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കുന്നതും തിന്മ വിരോധിക്കുന്നതും ആളുകൾക്ക് അത്തരക്കാരെ ഇഷ്ടാവൂല. അതുകൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ എന്തു ചെയ്യും, നന്മ കൽപ്പിക്കും തിന്മ വിരോധിക്കും ഒരിക്കൽ, പിന്നെ നമ്മൾ എന്തു ചെയ്യും, അവരതിൽ നിന്ന് ഒഴിവായില്ലെങ്കിലും നമ്മളാണ് മൗനികളാകും. ഇനി പോലെ കൂടാൻ കൂടിക്കൊടുക്കുക, നമ്മളും അതിൻ്റെ ഒരു ഭാഗഭാക്കാവുക എന്ന് വിചാരിക്കും. വാസ്തവത്തിൽ എന്താ ഇസ്ലാം പറഞ്ഞത്? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? കൂടി കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല.